ഇത്തവണയും നമ്മൾ കലക്കൻ ഭക്ഷണമാണ് കുട്ടികൾക്ക് നൽകുന്നത്. ഫുഡ് കമ്മിറ്റി കൺവീനറാണ്. കലക്കൻ ഭക്ഷണം തന്നെയാണെന്ന് അദ്ദേഹം പറയുന്നുണ്ടല്ലോ. എല്ലാവരും പറയുന്നുണ്ട്, കുഴപ്പമില്ലാത്തത്. വർഷങ്ങളായി നമ്മളിപ്പം കുട്ടികൾക്ക് ഇങ്ങനെ കലോത്സവ വേദിയിൽ ഭക്ഷണം നൽകുന്നു. ഓരോ തവണയും ഓരോ പുതുമയുണ്ട്. ഇത്തവണത്തെ പുതുമ എന്താ? പുതുമ ഇന്നല്ല നമ്മൾ കൊടുക്കുന്നത്. ഇന്ന് പഞ്ചഫല പായസം എന്നാണ് നമ്മൾ പറയുക. അന്നത്തെ പായസം ഉച്ചക്കലത്തെ. ഓരോ തവണയും കുട്ടികൾ, എനിക്ക് തോന്നുന്നു ഇന്നലെയൊക്കെ ഭക്ഷണം കഴിക്കുമ്പോൾ പായസം കൂടുതൽ കിട്ടുമെന്ന് കൂടുതൽ ആൾക്കാർ ചോദിക്കുന്നുണ്ടായിരുന്നു. കൂടുതൽ വേണ്ട, ഉള്ളത് കൊടുത്താൽ മതി എന്ന് വിചാരിച്ചിട്ടാണ്. നമുക്കൊരു മിനിമം ക്വാണ്ടിറ്റി ഉണ്ടല്ലോ, കൊടുക്കും. എല്ലാ വർഷത്തെ പോലെ ഇത്തവണയും മനോഹരമായ ഭക്ഷണം എന്ന ആൾക്കാർ പറയുന്നു. സന്തോഷമാണ്. എങ്ങനെ പോകുന്നു? കുട്ടികളോട് ഒരുപാട് പേര് കഴിക്കാനും ഭക്ഷണം കഴിക്കാനൊക്കെ എത്തുന്നുണ്ട്. കഴിഞ്ഞ 2 ദിവസങ്ങളിലായി നല്ല തിരക്കാണ് അനുഭവപ്പെടുന്നത്. പഴയടം തിരുവേനിയുടെ അഭിപ്രായം അനുസരിച്ച് തെക്കൻ ജില്ലകളിൽ എണ്ണം കുറവാണ് എന്നാണ് ഞാനും വിശ്വസിച്ചത്. പക്ഷേ അദ്ദേഹം വന്നതുകൊണ്ടാകാം കഴിഞ്ഞ 2 ദിവസമായി നല്ല തിരക്കാണ് അനുഭവപ്പെടുന്നത്. ഞങ്ങൾ നന്നേ ഇത് വിതരണം ചെയ്യുന്നതിന് പ്രയാസപ്പെടുകയാണ്. എങ്കിലും പരമാവധി അധ്യാപക വിദ്യാർത്ഥികളും ചേർന്ന് ഉച്ചസമയത്ത് ആ കൃത്യം വളരെ ഭംഗിയായി നിർവഹിച്ചു പോരുന്നു. നമ്മൾ ഓരോ ദിവസവും ഓരോ തരം പായസമാണ് ഉണ്ടാക്കിയത്. ഇതുവരെ എത്ര തരം പായസം ഉണ്ടാക്കിയതെന്ന് പറയാം? അല്ല, നമ്മളെ എല്ലാ കലോത്സവത്തിനും അങ്ങനെ തന്നെ ഓരോ ദിവസം ഓരോ ഡിഫറൻ്റ് ആയിട്ടായിരിക്കും കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പം ഞങ്ങൾ പാചകത്തിന് മറ്റ് പ്രോഗ്രാംസിനൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് 100 ടൈറ്റിൽ ചെയ്യാം. പായസം 100 ടൈറ്റിൽ വരെ നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ അതിന് പലതും ഭയങ്കര എക്സ്പെൻസീവ് ആയ കാരണം ഇവിടെ നമ്മളൊക്കെ ഒഴിവാക്കിയിരിക്കുക. ഇന്നത്തെ ഒരു പായസത്തിൻ്റെ പ്രത്യേകത എന്താണ്? ഇന്നത്തെ പഞ്ചഫല പായസം എന്ന് പറഞ്ഞാൽ 5 ഫലങ്ങൾ ചേർന്നിട്ടുള്ളൊരു പായസമാണ്. അത് കഴിക്കുന്നവർ തന്നെ കണ്ടെത്തിട്ട് അത് എന്തൊക്കെയാണെന്നുള്ള അത്ര മത്സരമൊന്നുമില്ല, വെറുതെ. 4-ാം തീയതിയാണ് നമ്മുടെ മേള ആരംഭിച്ചത്. 3-ാം തീയതി രാത്രി മുതൽ ഇടമുറിയാതെ ഭക്ഷണ വിതരണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ബുധനാഴ്ച രാത്രി മത്സരം തുടങ്ങുന്നതിൻ്റെ തലേ ദിവസം നീലേശ്വരം അടക്കമുള്ള ദൂരസ്ഥലങ്ങളിൽ നിന്നും എത്തിയ കുട്ടികൾക്കും ഒഫീഷ്യൽസിനും ആദ്യ ദിവസം ഏതാണ്ട് 1000-ലധികം ആളുകൾക്ക് ഭക്ഷണം വിളമ്പി. അടുത്ത 4-ാം തീയതി രാവിലെ ഏതാണ്ട് 4000-ഓളം പേർക്ക് പ്രഭാത ഭക്ഷണം നൽകി. അന്ന് ഉച്ച മുതൽ ഫുൾ സ്വിങ്ങിൽ ഈ ഭക്ഷണശാല പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഭക്ഷണ വിതരണത്തിൻ്റെ ചുമതല ഇത്തവണ സ്കൂൾ കലോത്സവത്തിൽ ഏറ്റെടുത്തിട്ടുള്ളത് കേരള പ്രദേശ് സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ KPSTA എന്ന അധ്യാപക സംഘടനയാണ്. മോഹനൻ നമ്പൂതിരിയുടെ ഭക്ഷണത്തിൻ്റെ രുചി ആസ്വദിക്കാൻ യഥാർത്ഥത്തിൽ ഇന്നലെയൊക്കെ ഈ കൊല്ലത്ത് കൊള്ളാത്ത ജനപ്രവാഹമായിരുന്നു. വല്ലാത്തയാളായിരുന്നു. ഞങ്ങളുടെയൊക്കെ പ്രതീക്ഷകളെ മുഴുവൻ തകർത്തുകൊണ്ട് ഏതാണ്ട് ഇന്നലെ 22,000-ലധികം ആളുകളാണ് ഭക്ഷണം കഴിച്ചത്. കൃത്യം 11:30-ക്ക് ആരംഭിക്കുന്ന ഭക്ഷണ വിതരണം 4:30 വരെയും തുടരുകയാണ്. 4:30-ക്ക് ഒരു കൗണ്ടറിൽ ചായ കൊടുക്കുമ്പോൾ, ചായയും കടിയും കൊടുക്കുമ്പോൾ, അതേസമയം മറ്റൊരു കൗണ്ടറിൽ അപ്പോഴും ഭക്ഷണ വിതരണം നടന്നുകൊണ്ടിരിക്കുന്നു. കാരണം ഈ മത്സരത്തിൽ പങ്കെടുത്ത കുട്ടികൾ, വിശന്ന് നിൽക്കുന്നവർ ഒരുപക്ഷെ അവരുടെ മത്സരം കഴിഞ്ഞ് റിസൾട്ടും അറിഞ്ഞതിന് ശേഷമായിരിക്കും ഭക്ഷണത്തിന് വരുന്നത്. അപ്പോൾ അവർക്ക് ഭക്ഷണം കൊടുക്കാതിരിക്കുക എന്നുള്ളത് ഉചിതമല്ല. ഈ പരിപാടികളെല്ലാം നടത്തുന്നത് നന്നായി കൊണ്ടുപോകണമെങ്കിൽ 23 വേദികളിലെ പ്രോഗ്രാമും ഭംഗിയായി നടക്കണമെങ്കിൽ നല്ലതുപോലെ ഭക്ഷണം കൊടുക്കാൻ കഴിയണം. ഇന്നലെയും രാത്രി 1:30 വരെ ഈ പന്തലിൽ ഭക്ഷണം കൊടുത്തു. രാത്രി എല്ലാ ദിവസവും രാത്രി 1:30-2 മണി വരെ വരുന്ന ഒരാളെയും ഭക്ഷണം കൊടുക്കാതെ നമ്മൾ മടക്കി അയച്ചിട്ടില്ല. കൂടുതൽ ആൾക്കാർ വരുമ്പം അവർക്കുള്ള ഭക്ഷണമൊക്കെ എങ്ങനെയാണ് പെട്ടെന്ന് തയ്യാറാക്കുന്നത്? അതാണ് ഈ പാചകത്തിൻ്റെ പ്രത്യേകത. മറ്റുള്ളവരിൽ നിന്നും ഒരുപക്ഷെ പഴയടം മോഹൻ നമ്പൂതിരിയെ വ്യത്യസ്തനാക്കുന്നതും അതാണ്. നമ്മൾ എത്ര സാധനം വാങ്ങിക്കൊടുത്താലും കൃത്യമായി അത് പാചകം ചെയ്ത് കൊടുക്കുക എന്ന് പറയുന്നതൊരു വലിയ കലയാണ്. കഴിഞ്ഞ ദിവസം ഇന്നലെ ഒരു ഉദാഹരണത്തിന് നമ്മുടെ പ്രതീക്ഷയ്ക്കൊക്കെ അപ്പുറം ജനം വന്നും അറിയാൻ തുടങ്ങി. കറികൾ ഒരുപാട് തീരാനും സാധ്യതയുണ്ട്. പക്ഷേ നിമിഷം കൊണ്ട് അടുത്ത കറി ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ഒരു തോരൻ തീർന്നാൽ ഇത് തീരുന്നതിന് മുമ്പ് അടുത്ത തോരൻ റെഡിയാണ്. അങ്ങനെ നമുക്ക് യഥാർത്ഥത്തിൽ നമ്മുടെ കണക്കനുസരിച്ച് 2:30 വരെയാണ് ഉച്ചഭക്ഷണ വിതരണം പറഞ്ഞിട്ടുള്ളത്. ആ 2:30 മണി വരെ എന്നുള്ളതാണ് 4:30 മണി വരെയും 4:45 മണി വരെയും നമ്മൾ നടത്തിക്കൊണ്ടുപോകുന്നത്. അജയ് സുധാവിജിനൊപ്പം രജീഷ് നരിക്കുനി, സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.